ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂലൈ 28 വിശുദ്ധ അൽഫോൻസയുടെ തിരുനാൾ ദിനമാണിന്ന്. എല്ലാവർക്കും വിശുദ്ധയുടെ തിരുനാൾ മംഗളങ്ങൾ സന്തോഷത്തോടെ ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും അധികം ദൂരത്തല്ലാതെ ജനിച്ച് വളർന്ന് വിശുദ്ധിയുടെ ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു കന്യക നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ അവകാശമുണ്ട്. ഈ കേരള മണ്ണിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ വ്യക്തി എന്ന നിലയിൽ നമുക്ക് തീർച്ചയായും സന്തോഷിക്കാം. സഹന വഴിയിലെ സഞ്ചാരമാണ് വാസ്തവത്തിൽ ആ കന്യകയെ വിശുദ്ധ പദവിയിലെത്തിച്ചത്. കൊച്ചുനാൾ മുതൽ സഹനത്തിൻ്റെ വഴിയും വിശുദ്ധ ജീവിതം നയിക്കണമെന്ന ആഗ്രഹവും ആ കൊച്ചു ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു എന്നതാണ് സത്യം. നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥവും കയ്യിൽ പിടിച്ചിരിക്കുന്ന ജപമാലയും ആ കന്യകയുടെ ആത്മീയതയുടെ കാതൽ എന്താണെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. എല്ലാ ജീവിതാന്തസ്സിലുമുള്ളവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മൾ ദൈവവചനത്തോടുള്ള മനസ്സടുപ്പത്തിലും പരിശുദ്ധ അമ്മയോടുള്ള ഹൃദയബന്ധത്തിലും വളർന്ന് സഹന വഴിയിൽ സഞ്ചരിച്ച് വിശുദ്ധിയിലേക്ക് ഒന്നു ചേരാൻ നമ്മളും പരിശ്രമിക്കണം. മിഷൻ ലീഗിലെ കുട്ടികളുടെ പ്രത്യേക മധ്യസ്ഥയും കൂടിയാണല്ലോ വിശുദ്ധ അൽഫോൻസ. നമുക്ക് ആ വിശുദ്ധയുടെ ജീവിതം മാതൃകയായിട്ട് നിർത്താം. എല്ലാവരും അവരവരുടേതായ വഴികളിലാണ് വിശുദ്ധരാകുന്നത്. വിശുദ്ധ അൽഫോൻസയുടെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കാം. ദൈവത്തിൻ്റെ കൃപ എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.